ഹല്ലേലൂയ. അങ്ങയുടെ പാദപീഠത്തിൽ ആരാധിപ്പാൻ, അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഈ രാത്രിയിലും ഒരവസരം തന്ന ദൈവത്തിന് നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാജാവെ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിന്റെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒന്നിച്ച് വചനത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്ന ദൈവകൃപയ്ക്കായ കർത്താവിന്റെ നന്ദിയോട് സ്തുതിക്കുന്നു. വേഗം വരുന്നവനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല ജനത്തിനും ദൈവത്തിന്റെ കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനവും. ദൈവം നമ്മളെ ഈ ദിവസം വചനത്താൽ നിറയ്ക്കുമാറാകട്ടെ. വചനം അയച്ച് നമ്മളെ വിടുവിക്കുന്ന ദൈവം, നമ്മളെ വചനത്താൽ ജീവിപ്പിക്കുന്ന ദൈവം, അതെ, നമ്മളാക്കി തീർക്കുന്ന, നമ്മളെ വിളിച്ചതിലേക്ക് നമ്മളെ ആക്കി തീർക്കുന്ന ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് ഈ ദിവസം നമുക്ക് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവമക്കളെ എല്ലാ കാലവും ദൈവം അറിയുക മാത്രമല്ല, ദൈവം ഓർക്കുന്ന ദൈവം കൂടിയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ അറിയുന്ന ദൈവം മാത്രമല്ല, ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മലയാള ഭാഷയിൽ ആമേൻ നമ്മള് 115 സങ്കീർത്തനം 12 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെയും അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം. മലയാള ഭാഷയിൽ യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിനേക്കാൾ മനോഹരമായ ഒരു വർണ്ണനയാണ് അവിടെ ഉള്ളത്. The Lord has been mindful of us എന്ന് പറഞ്ഞാൽ യഹോവയുടെ മനസ്സ്, യഹോവയുടെ ചിന്ത നമ്മളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യഹോവ നമ്മളെ ഓർക്കുന്നു എന്ന് മലയാളത്തിൽ ഭാഷ ഉണ്ടാകുമ്പോൾ, ആമേൻ, ഇംഗ്ലീഷ് വാക്യത്തിൽ, ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനില് യഹോവയുടെ മനസ്സ് മുഴുവനും നമ്മളെ കുറിച്ചായിരിക്കുന്നു. ദൈവത്തിന്റെ ചിന്ത എന്തിനാ? അവന് നമ്മളെ ഒന്ന് അനുഗ്രഹിക്കുവാനുണ്ട്. He will bless us. He will bless the house of Israel and he will bless the house of Aaron. Hallelujah. കർത്താവിന്റെ മനസ്സ് മുഴുവനും നമ്മളെ കുറിച്ചാകുന്നു. ഈ രാത്രിയിൽ നമ്മൾ ഇതിനെ ഒന്ന് പ്രാപിപ്പാൻ ഈ രാത്രിയിൽ പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കണം. ദൈവനാമത്തിന് ഓർപ്പിക്കുന്നു. സ്തോത്രം. ആമേൻ. നമ്മൾ വളരെ ആമേൻ ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പല ചിന്തകളും വിചാരങ്ങളും കൂടെ നമ്മൾ കടന്നു പോകുന്നവരായിരിക്കും. നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമായ നിലവാരങ്ങളിലൊക്കെ നമ്മൾ ചിന്തകൾക്കും വിചാരങ്ങൾക്കും അപ്പുറമായ രീതികളിലൊക്കെ കടന്നു പോകുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ മനസ്സ് നമ്മളെ കുറിച്ച് പൂർണ്ണമായിട്ടായിരിക്കുന്നു. ഈ രാത്രിയിൽ ആമേൻ നമ്മൾ അതിനെ ആഴത്തിൽ ഈ രാത്രിയിൽ പറക്കുവാൻ, ആമേൻ, പുറപ്പാട് പുസ്തകം ഇസ്രായേൽ ജനത്തെ കുറിച്ച് ദൈവം ഒന്ന് ഓർക്കുന്ന ഒരു പദമുണ്ട്. ആമേൻ. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. സ്തോത്രം. എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 24. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. സ്തോത്രം. ദൈവം എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനത്തെ ഓർക്കുന്നു. ആരോടുള്ള ഉടമ്പടി മുഖാന്തരം? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിനോടും നിയമം ചെയ്തു ഉടമ്പടി. സ്തോത്രം. കവനന്റ്. ദൈവം ഓർക്കുന്നു. സ്തോത്രം. പക്ഷെ അതിന്റെ 25-ാം വാക്യമാണ് അത് വളരെ മനോഹരമാക്കി തീർക്കുന്നത്. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അറിഞ്ഞു. സ്തോത്രം. പക്ഷെ അതിന്റെ ആമേൻ നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണത മനസ്സിലാക്കണമെങ്കിൽ അതിന് ഇംഗ്ലീഷ് വാക്യം കൂടി ഒന്ന് എടുക്കണം. വേഴ്സ് 25 ഇങ്ങനെ പറയുന്നത്: ആൻഡ് ഗോഡ് ലുക്ക്ഡ് അപ്പോൺ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ആൻഡ് ഗോഡ് ഹാഡ് റെസ്പെക്ട് അപ്പോൺ ദം. ഓ, പരിശുദ്ധനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യുന്നു? God had respect on the children of Israel. എന്തുകൊണ്ട്? നമ്മൾ മനസ്സിലാക്കണം, ദൈവമായ സർവശക്തനായ ദൈവം അവരെ ബഹുമാനിക്കുന്നു. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, ട്രാൻസ്ലേഷനിൽ വന്നു പോകുന്ന ആമേൻ ആ പോരായ്മകൾ ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ദൈവം നമ്മളെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് മുഴുവനും നമ്മളെ കുറിച്ചായിരിക്കുന്നു. ഇസ്രായേൽ ഗ്രഹത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെ കുറിച്ചായിരിക്കുന്നു. അല്ലെങ്കിൽ പുതിയ നിയമവിശ്വാസികൾ എന്താണ്? ഉടമ്പടിയിലുള്ള ജനത്തെക്കുറിച്ച് ദൈവത്തിന്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ആമേൻ. 25-ാം പുറപ്പാട് 2:25 എത്തുമ്പോൾ പറയുന്നു, ദൈവം ആമേൻ ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയെ ദൈവം ഓർക്കുക മാത്രമല്ല, ഈ ജനത്തെ കണ്ടപ്പോൾ when God looked upon the children of Israel, ഈ
ഈ ദിവസം നമ്മൾ തിരിച്ചറിയണം, ദൈവത്തോട് ഉടമ്പടി ചെയ്ത തന്റെ ജനത്തെ നോക്കുമ്പോൾ അവർ ദൈവത്തിന് വേണ്ടി സഹിക്കുന്ന സകല കഷ്ടങ്ങളും അറിയുമ്പോൾ, ഈ ഉടമ്പടിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നീ മുറുകെ പിടിച്ചു നിൽക്കുമ്പോൾ, ആമേൻ, വളരെ പ്രതികൂലത്തിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. പല നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും പല അനുഭവങ്ങളും, ആമേൻ, ഹല്ലേലൂയ, മുറിവേൽക്കുന്ന അനുഭവങ്ങൾ കൂടെ ഒക്കെ കടന്നു പോകുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മളെ ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, ഗോഡ് ഹാഡ് റെസ്പെക്ട് അപ്പോൺ ദം. ദൈവം അവരെ ബഹുമാനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ മനസ്സ് അവരാൽ നിറയപ്പെട്ടു. എന്തുകൊണ്ട്? 400 സംവത്സരം അടിമനുഖത്തിൽ ആയിരുന്ന ജനം, ആമേൻ, അതിന്റെ കാലാവധി ഇച്ചിലൂടെ അധികമായി, 400 വരെ 430 വർഷമായി. ഹല്ലേലൂയ, ആമേൻ. മോശ ഒരുങ്ങുവാൻ, ഹല്ലേലൂയ, 10 വർഷത്തിന് വരെ മോശ 40 വർഷം എടുത്തു ഒരുക്കപ്പെടാൻ. ഹല്ലേലൂയ, പരിശുദ്ധനെ നന്ദിയോടെ ഈ രാത്രി സ്തുതിക്കുന്നു. ആമേൻ. ജനം, ആമേൻ, പെരുകുന്നതിനും അനുസരിച്ച് അവർക്ക് പ്രതികൂലം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രതികൂലം വർദ്ധിക്കുകയും അവരുടെ അടിമത്തത്തിന്റെ ഭാരം വർദ്ധിക്കുകയും അവര് പ്രയാസത്തിൽ കൂടെ കടന്നു പോകുകയും ചെയ്യുന്നതൊക്കെ യഹോവ കാണുന്നു. പക്ഷെ യഹോവ അവരെ ബഹുമാനിപ്പാൻ തക്കവണ്ണമിടയായി. ഈ രാത്രിയിൽ കർത്താവിനെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ബഹുമാനിക്കാൻ, ഇസ്രായേൽ ഗൃഹത്തെ ബഹുമാനിക്കുവാൻ, ഇസ്രായേൽ ജനത്തെ ബഹുമാനിപ്പാൻ, ആമേൻ, ദൈവം നമ്മളെ ബഹുമാനിപ്പാൻ തക്കവണ്ണം നമ്മൾ എന്തുള്ളൂ, പക്ഷെ ദൈവം അതിനെ ബഹുമാനിക്കുന്നു. ദൈവത്തിന്, ആമേൻ, ദൈവം നീതിയായി വെളിപ്പെടുന്ന ദൈവമായി. ഈ രാത്രിയിൽ, ഈ ദിവസം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അനീതികളായി പല രീതികളിലുള്ള പ്രവർത്തികൾ വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആമേൻ. നമുക്ക് ചിന്തകൾക്ക് അപ്പുറമായി പല അനീതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് നമുക്ക് വിചാരപ്പെടുമായിരിക്കും. അതെ, ശത്രുക്കൾ, ആമേൻ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ശത്രുവിന് എല്ലാം നന്മയായിരിക്കും, പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനത്തിന് എന്നും ഞെരുക്കമായിരിക്കും. പക്ഷെ ദൈവം തന്റെ ജനത്തെ ഓർക്കുക, ദൈവത്തിന്റെ മനസ്സും ഹൃദയവും, ആമേൻ, തന്റെ ജനത്തോട്, ഹല്ലേലൂയ, സഹതാപം തോന്നുന്ന ദൈവം, മനസ്സലിവ് തോന്നുന്ന ദൈവം, ആമേൻ, ഹല്ലേലൂയ, മനസ്സലിക മാത്രമല്ല, ദൈവം ബഹുമാനിപ്പാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വരുന്ന, ഹല്ലേലൂയ, ഇറങ്ങി വരുന്ന ദൈവം. സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, God is not only mindful of us, but he respects us. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഈ ദിവസത്തിന്, ഈ സമയത്ത് നമുക്ക് പലർക്കും പല കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ, ആമേൻ, ലോകപരമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. ആമേൻ. ഇതൊക്കെ ഉണ്ടായിട്ടും, ആമേൻ, നമ്മൾ ദൈവസന്നിധിയിൽ ഈ ദിവസം മുട്ടുമടക്കുമ്പോൾ, ഈ സമയത്ത് നമ്മൾ മുട്ടുമടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അത് കണ്ട് നമ്മെ ബഹുമാനിക്കാതിരിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മളെ വൃഥാവ് വന്ന് ആരാധിക്കുന്നവരല്ല, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്റെ ജനത്തെ ബഹുമാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെക്കാൾ സർവശക്തനായ ദൈവം, നമ്മൾ, ആമേൻ, പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്തോ വചനത്തിൽ പറയുന്നു, ചെവി ചായ്ച്ചിറങ്ങി വരുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. അവൻ നമ്മളെ മനസ്സുകൊണ്ട്, അവൻ നമ്മളെ, ആമേൻ, അനുഗ്രഹിപ്പാൻ അവൻ തല ചായ്ച്ചിറങ്ങി വരുന്ന ദൈവം. സ്തോത്രം. വായിച്ച സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. സ്തോത്രം. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗ്രഹത്തെയും അനുഗ്രഹിക്കും. ഇസ്രായേൽ ഗ്രഹം എന്താണ്? ഹല്ലേലൂയ. യാക്കോബിൽ നിന്ന് വെളിപ്പെട്ട 12 ഗോത്രം. സ്തോത്രം. യാക്കോബ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഉടമ്പടി ചെയ്ത ജനമാ. സ്തോത്രം. ഉടമ്പടി ചെയ്തവൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, യാക്കോബ് ദൈവസന്നിധിയിൽ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ആമേൻ, ആമേൻ, ദൂതനോട് മല്ല് പിടിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവന്റെ പേര് ദൈവം എന്തോ ആക്കി തീർക്കുന്നു? ഇസ്രായേലാക്കി തീർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഇസ്രായേലിൽ കൂടെ വെളിപ്പെട്ട, ഇസ്രായേലിന്റെ 12 ഗോത്രത്തിൽ കൂടെ വെളിപ്പെട്ട ആ ദൈവകൃപ നമ്മൾ ഈ രാത്രിയെ മനസ്സിലാക്കണം. അത് ഉടമ്പടിക്കകത്ത് നിൽക്കുന്ന ഇസ്രായേൽ ഗ്രഹം എന്താണ്? ഉടമ്പടിക്കകത്ത് നിൽക്കുന്ന 2 തലത്തിലുള്ള ജനത്തെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു. എന്താണ് ആദ്യത്തെ? ഇസ്രായേൽ ഗ്രഹത്തെ അവൻ അനുഗ്രഹിക്കും. എന്താണ്? ഉടമ്പടിക്കകത്തുള്ളത്. എന്തുകൊണ്ടാ നമ്മൾ ആ ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുവാൻ കാരണം? ആമേൻ. നമ്മള് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പദം എങ്ങനെയാണ്? ഇസ്രായേൽ ഗോത്രം, ആമേൻ, 12 ഇവ ആകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇത്
ഇത് തന്നെ അവൻ അവരിൽ ഓരോരുത്തരും അവനവന്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. സ്തോത്രം. വാസ്തവത്തിൽ യാക്കോബ് ഹി വാസ് എ പ്രോഫറ്റ്, അല്ലെങ്കിൽ ഒരു പ്രവചനാത്മാവിലാണ് ആ 12 തലമുറകളെ വിളിച്ചു നിർത്തി അവരെ അവരെ അനുഗ്രഹിച്ചതുപോലെ അവരായി തീർന്നു. ഈ ദിവസം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ നമ്മുടെ ഭവനത്തിൽ മാതാപിതാക്കളായി ദൈവം നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തലമുറകളെ എവണ്ണം അനുഗ്രഹിക്കുന്നോ ആ വണ്ണം അവരായിത്തീരുവാൻ തക്കവണ്ണം ഉടമ്പടിക്കകത്തുള്ളവരെ ദൈവം നിറച്ചിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം 12 ഗോത്രത്തിൽ യോസേപ്പിനെതിരെ എല്ലാവരും എഴുന്നേറ്റു. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, അവർ പിന്നെ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനിടയായി. സഹോദരന്മാർ തമ്മിൽ മത്സരിച്ച മണ്ഡലം. ആമേൻ. ഹല്ലേലൂയ. ഉന്നത സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച മണ്ഡലം. പക്ഷെ അതിന്റെ നടുവിൽ എല്ലാവരും ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ടു. എല്ലാവരും മാനസാന്തരപ്പെട്ടു. റൂബേൻ മാനസാന്തരപ്പെടുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ എന്തു സംഭവിക്കുന്നു? അവിടെ മാനസാന്തരം വെളിപ്പെടുകയാ. ഈ ദിവസം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ദൈവത്തിന്റെ ജനത്തെ ദൈവം ഓർക്കുമ്പോൾ ഭവനത്തിനകത്ത് മാനസാന്തരം വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളിലേക്ക് ദൈവത്തിന്റെ മാനസാന്തരം വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. എന്തുകൊണ്ടാ? വാർദ്ധക്യമാകുമ്പോൾ നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകേണ്ടതിന്, നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, നിന്റെ തലമുറകൾ തമ്മിൽ അടിക്കുന്നവരല്ല, നിന്റെ തലമുറകൾ തമ്മിൽ അനുഗ്രഹിക്കുന്നവരായി തീരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മൾ മനസ്സിലാക്കണം, ഈ 12 പേര് തമ്മിൽ വളരെ വ്യത്യസ്ത അനുഭവങ്ങളുള്ളവരാണ്, വ്യത്യസ്തമായ മണ്ഡലത്തിലുള്ളവരാ. നമുക്കറിയാം, റൂബേനും യഹൂദയും അവർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവിടൊക്കെയും അവരെന്തു സംഭവിക്കുന്നു? അവർ മാനസാന്തരപ്പെട്ടു. യോസേപ്പിന് മാനസാന്തരം ഇല്ലായിരുന്നോ? യോസേപ്പിന് വ്യക്തമായ മാനസാന്തരമുണ്ട്. ആമേൻ. യോസേപ്പ് അവരുടെ ഭവനത്തിൽ ഹല്ലേലൂയ, പ്രത്യേക വസ്ത്രം പ്രാപിച്ചവനാ. അവൻ ആ ഭവനത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് അവൻ പ്രവചിച്ച് നടന്നവനാ. പക്ഷെ അവനും യോസേപ്പിനെയും ദൈവം എവിടെ കൊണ്ടുവന്നു? അവനെ അനുഭവങ്ങളിൽ കൂടെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാർ തമ്മിൽ ഐക്യതയോടെ നിൽക്കേണ്ടതിന്, എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതിന്. യാക്കോബ് മരിക്കുമ്പോൾ റൂബേൻ വിചാരിച്ചു, 11 സഹോദരന്മാർ വിചാരിച്ചു, യോസേപ്പ് അവർക്കെതിരെ അവരെ കൊന്നുകളയും, അല്ലെങ്കിൽ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്ന്. പക്ഷെ യോസേപ്പ് മാനസാന്തരപ്പെട്ടവനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യോസേപ്പിന് വേണമെങ്കിൽ ഹല്ലേലൂയ കണക്ക് തീർക്കാമായിരുന്നു. പക്ഷെ യോസേപ്പ് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് നന്മയായി തീർന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവം മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുമാറാകട്ടെ. അതെ, ദൈവം തന്റെ ജനത്തെ ഓർക്കുമ്പോൾ, തലമുറകളെ ഓർക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടണം. ദൈവത്തിന്റെ സന്നിധിയിൽ, അവരുടെ ഭവനങ്ങളിൽ ദൈവം എന്താ തരുന്നു? മാനസാന്തരം തരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ ഉടമ്പടി തലമുറകളാക്കി ദൈവം തീർത്തത്. 12 ഗോത്രങ്ങൾ. They were the covenant people. Hallelujah. നമ്മൾ അതിനെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ covenant people ആരാണ്? ദൈവസഭയാണ് കവനന്റ് പീപ്പിൾ. ഹല്ലേലൂയ. ദൈവസഭയാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ജനം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വാലല്ല, നിങ്ങളെ തലയാക്കുമെന്ന് പറഞ്ഞതിന്റെ വാക്തത്വത്തിന്റെ നിവർത്തീകരണം എവിടാ? ഉടമ്പടിയാകുമ്പോൾ നീ വാലല്ല, നീ തലയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമസഭയെ ദൈവം വാലായിരിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ആയിരിക്കാനാ ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. എന്താണ്? ഉടമ്പടിയിലുള്ള ജനത്തെ ദൈവം വാലല്ല, ദൈവം തലയാക്കും. അടുത്തത് ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം ഓർത്തത് ആരെയാണ്? ദൈവം അനുഗ്രഹിക്കാൻ ഓർത്തത് ആരെയാണ്? അഹരോൻ ഗ്രഹത്തെ ദൈവം അനുഗ്രഹിക്കും. നമുക്കറിയാം അഹരോൻ ഗ്രഹം എന്താണ്? ആമേൻ. ഹല്ലേലൂയ. ലേവ്യ ഗോത്രത്തിൽ നിന്ന് മഹാപുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ മഹാപുരോഹിതനായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട
ആമേൻ ആമേൻ അഭിഷേകം പ്രാപിച്ച വ്യക്തി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഗോത്രം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭവനം അല്ലെങ്കിൽ ദൈവത്തിന്റെ കുടുംബമായ 12 ഗോത്രത്തെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിനകത്ത് ഒരു ഗോത്രമുണ്ട്, ലേവ്യ ഗോത്രം. ആ ലേവ്യ ഗോത്രത്തിന് ദൈവം എന്ത് കൊടുക്കുന്നു? പിന്നെ ഒരു അനുഗ്രഹം കൊടുക്കുന്നു. എന്താണ്? ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കുക മാത്രമല്ല, ദൈവം ആമേൻ അഹരോൻ ഗ്രഹത്തെയും ദൈവം അനുഗ്രഹിക്കും. എന്ന് വെച്ചാൽ മഹാപുരോഹിതന് ആമേൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ലേവ്യ ഗോത്രത്തിനല്ല, പക്ഷെ അഹരോൻ ഗ്രഹത്തെയും ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മള് ഈ രാത്രിയിൽ ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസ് ഇങ്ങനെ പറയുന്നു, 1 പത്രോസ് 2:9, ആമേൻ നാമോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഹല്ലേലൂയ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട അഹരോനും അഹരോന്റെ തലമുറയ്ക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ഇരട്ടി അനുഗ്രഹം കൊടുക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമ വിശ്വാസികളായ നമ്മൾക്ക് ഇസ്രായേൽ ഗ്രഹത്തിന്റെ അനുഗ്രഹവും അഹരോൻ ഗ്രഹത്തിന്റെയും അനുഗ്രഹം പകരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. സ്തോത്രം. എന്തുകൊണ്ടാ? ദൈവം നമ്മളെ ക്രിസ്തയേശുവിനോടുകൂടെ കൂട്ടവകാശികളാക്കി. അത് മാത്രമാണോ? ഹല്ലേലൂയ. അതിധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു ചെന്ന് കൃപ പ്രാപിപ്പാൻ ആർക്ക് പറ്റും? വർഷത്തിലൊരിക്കൽ അഹരോനും മാത്രം, അല്ലെങ്കിൽ മഹാപുരോഹിതന് മാത്രമുള്ള അവകാശം, അധികാരം ദൈവം നമുക്കെന്ത് തരുന്നു? വർഷത്തിലൊരിക്കലല്ല, ഏതു സമയത്തും ഏതു നേരത്തും ആ കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് കൃപ പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇരട്ടി അഭിഷേകത്തിന്റെ, ഇരട്ടി അനുഗ്രഹത്തിന്റെ വാഗ്ദത്തമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി കർത്താവ് നമ്മളെ ഓർത്തിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മളെ ഓർത്തിരിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന്റെ മനസ്സ്, ഹീസ് മൈൻഡ്ഫുൾ ഓഫ് us. ആമേൻ, ഹല്ലേലൂയ, ഹി ഹാസ് റെസ്പെക്ട് ഫോർ us. ദൈവം നമ്മളെ ബഹുമാനിക്കുക മാത്രമല്ല, അവന്റെ മനസ്സ് മുഴുവനും നമ്മളെ കുറിച്ചാ. എന്താണ്? ഇസ്രായേൽ ഗ്രഹത്തെ എനിക്ക് അനുഗ്രഹിക്കണം, അഹരോൻ ഗ്രഹത്തെ എനിക്ക് അനുഗ്രഹിക്കണം. അപ്പോൾ ദൈവത്തിന്റെ മനസ്സ് എപ്പോഴും എന്താണ്? തന്റെ ജനത്തെ അനുഗ്രഹിക്കണം. പിശാചിനെന്താ? അവൻ നിന്നെ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവിന്റെ വാമൊഴിയാലുള്ള വചനത്താൽ, യോഹന്നാൻ 10:10 പറയുന്ന പോലെ, ആമേൻ, അവൻ അറപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാൻ വരുമ്പോൾ, ആമേൻ, ഞാനോ ജീവനും സമൃദ്ധിയേറിയ ജീവൻ തരുവാൻ വന്നിരിക്കുന്നതിനാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആമേൻ, ദൈവം തന്റെ ജനത്തെ ഓർക്കുന്ന ദൈവമാ. സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവ് പറയുന്നു, ആമേൻ, ഞാൻ നിന്നെ മറന്നവനല്ല, ഞാൻ നിന്നെ ഓർത്തിരിക്കുന്ന ദൈവമായി. എങ്ങനെ ഓർത്തിരിക്കുന്നു? മനസ്സ് നിറച്ചോർത്തിരിക്കുന്നു. നിന്നെ ബഹുമാനത്തോടെ ഞാൻ ഓർക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനപ്പുറം വചനത്തിൽ കൂടെ നമുക്ക് സന്തോഷിപ്പാൻ വേറെ വകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും എന്നെ ആരും ഓർക്കുന്നില്ലായിരിക്കും, ആമേൻ, എന്നെ ആരും ബഹുമാനിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഈ രാത്രിയിൽ നമ്മൾ ഈ സങ്കീർത്തനം 115:12 പുറപ്പാട് പുസ്തകം 2:24-25 വായിച്ചപ്പോൾ നമ്മളുടെ ഉള്ളം ദൈവസന്നിധി സന്തോഷിക്കണം. എന്താണ്? അവന്റെ മനസ്സ് നമ്മളെ കുറിച്ച് നിറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇസ്രായേൽ ഗ്രഹത്തിന്റെ ഞെരുക്കം കണ്ട് ദൈവം അവരെ ബഹുമാനിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ ഓർക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 21-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നു, യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലെ, നീ എന്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ മറക്കുകയില്ല. ഐ വിൽ നോട്ട് ഫോർഗെറ്റ് ദീ. ഹല്ലേലൂയ. ഓ, യാക്കോബും ഇസ്രായേലുമായിരിക്കുന്ന ജനമേ, ഹല്ലേലൂയ, ആമേൻ. യാക്കോബ്, ആമേൻ, ഇസ്രായേലാക്കി തീർത്ത്, ഇസ്രായേൽ ഗോത്രമാക്കി, ഇസ്രായേലിന്റെ ഗോത്രങ്ങളാക്കി, അല്ലെങ്കിൽ ആമേൻ, ദൈവത്തിന്റെ മക്കളാക്കി ദൈവം തീർത്തിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഓർക്കുക മാത്രമല്ല, ഞാൻ നിന്നെ മറക്കുകയുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മറവി ദൈവത്തിനില്ല. നമ്മളെ കുറിച്ചുള്ള മറവി ദൈവത്തിനില്ല. ആമേൻ. നമ്മളെ കുറിച്ച് പലരും മറക്കുമായിരിക്കും, പക്ഷെ മറക്കാത്ത ഒരു ദൈവം ഈ രാത്രിയിൽ നമ്മുടെ മധ്യേ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ പല തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പലരും നമ്മളെ പല ആംഗിളിൽ കൂടെ നമ്മളെ ചിലപ്പം, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ കുറിച്ച് പല കാര്യങ്ങൾ പറയുമായിരിക്കും, കുറ്റം പറയുമായിരിക്കും, കുറവുകൾ പറയുമായിരിക്കും. പക്ഷെ ദൈവമോ നമ്മളെ ഓർക്കുകയും
ആമേൻ നമ്മളെ കുറിച്ച് ഓർക്കുകയും മാത്രമല്ല, അവൻ നമ്മളെ മറക്കാത്ത ഒരു ദൈവമാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഓർത്തതിനാൽ സ്തോത്രം. അത് മാത്രമല്ല, മറക്കാത്തതിനുമായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഓർക്കാതിരിക്കുന്ന ദൈവമല്ല, ആമേൻ. ദൈവം ഓർക്കുന്ന ദൈവമാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവം മറക്കാത്ത ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മറക്കാത്തതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. മറക്കാതെ അവന്റെ മനസ്സ് നമ്മളെ കുറിച്ച് നിറഞ്ഞിരിക്കുന്നു. നമ്മളുടെ കഷ്ടതകൾ, ആമേൻ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ കണ്ട് അവൻ നമ്മളെ ബഹുമാനിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യെശയ്യാപ്രവാചകന്റെ 49:14 പിന്നെ പറയുന്നു, സിയോനെ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സിയോനെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ആമേൻ, ഇതിനെന്താണ് പ്രത്യേകത? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം, ദ ലാൻഡ് ഓഫ് ഇസ്രായേൽ ആൻഡ് ദ സിറ്റി ഓഫ് ജെറുസലേം. ഹല്ലേലൂയ. യെരൂശലേം ആമേൻ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കുന്നുകൾ മേലാണ്. ഈ കുന്നുകളെ കുറിച്ചാണ് ദ മൗണ്ട് ഓഫ് സയോൺ, സിയോൻ മലമുകളിൽ. ആമേൻ. ഈ യെരൂശലേം നിൽക്കുന്നത് സിയോൻ മലമുകളിലാണ്. ആ രണ്ട് മലകളുടെ ആ ഭാഗത്താണ് യെരൂശലേം എന്ന് പറയുന്ന ദേശം വസിക്കുന്നത്. അപ്പോൾ ദൈവം യെരൂശലേമിനെ ഓർക്കുമ്പോൾ, ആമേൻ, ദൈവം പറയുന്നു, സിയോനെ, ഞാൻ നിന്നെ മറക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സിയോൻ പറയുകയാണ്, യഹോവേ, നീ എന്നെ ഉപേക്ഷിച്ചോ? അതെ, ആമേൻ. ആമേൻ. സ്ഥാപിച്ചിരുന്ന, ആമേൻ, എന്താണ്, ആമേൻ, ദൈവത്തിന്റെ ആലയം, ആമേൻ, തകർന്നുപോയി. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ ബാബിലോണിന്റെ അടിമനുഖത്തിൽ ആകുവാൻ തക്കവണ്ണം 70 സംവത്സരമാകുവാൻ ഇടയായി. എല്ലാവരും ഓർത്തു, കർത്താവേ, സിയോനെ, അങ്ങ് ഞങ്ങളെ മറന്നുവോ? ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നുവോ? അങ്ങ് ഞങ്ങളോട് ചെയ്ത ഉടമ്പടിയെ മറന്നോ? അങ്ങ് ഞങ്ങളെ ഓർക്കുമെന്ന് പറഞ്ഞത് അങ്ങ് മറന്നോ? അങ്ങ് ഞങ്ങളെ, ആമേൻ, മറക്കുകയില്ലെന്ന് പറഞ്ഞത് അങ്ങ് മറക്കുമോ? ആമേൻ. ആമേൻ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയോ? ഇല്ല. ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറക്കുകയില്ല, മറക്കുകയില്ല, മറക്കുകയില്ല. ആ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് യെശയ്യാപ്രവാചകന്റെ 49:15 വായിക്കുന്നത്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഞാൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലാം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം മറക്കാത്ത ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഓർക്കുന്ന ദൈവം മാത്രമല്ല, ദൈവം നമ്മളെ മറക്കാത്ത ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ മറക്കുകയില്ല. സ്തോത്രം. ആര് നിന്നെ കൈവിട്ടാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, അവൻ നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വി ഹാവ് എ സെക്കൻഡ് ചാൻസ്. ഈ രാത്രിയിൽ നമുക്ക് ദൈവം പല അവസരങ്ങൾ തന്നതാ. ദൈവം നമുക്ക് പല അവസരങ്ങൾ, പല, ആമേൻ, വീഴ്ചകൾ, താഴ്ചകൾ, പരാജയങ്ങൾ, തകർച്ചകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാലും ദൈവം നമ്മളെ മറക്കുകയില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ആമേൻ. അവൻ ഇന്നും നമ്മളുടെ കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ ഓർക്കുന്ന ദൈവമാ. ദൈവം നമ്മളെ മറക്കാത്ത ദൈവമാ. ഹീസ് മൈൻഡ്ഫുൾ ഓഫ് us, ഹീസ് റെസ്പെക്ട്ഫുൾ ഓഫ് us, he will remember us, he doesn't forget us. ഹല്ലേലൂയ. അപ്പോൾ ഇനി ദൈവം എന്ത് ചെയ്യുന്നത്? അടുത്ത ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഒരു പ്രത്യേകമായ പദമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. തമ്മിൽ സംസാരിച്ചത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. സോ ദൈവം ഇനി എന്ത് ചെയ്യുന്നു? ഓർക്കുന്ന ദൈവം, മറക്കാത്ത ദൈവം. ഇനി എന്തുണ്ട്? ഒരു ബുക്ക് ഓഫ് റിമെമ്പറൻസ്, സ്മരണ പുസ്തകത്തിൽ നമ്മളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും മറക്കാതെ വണ്ണം നമ്മളോട് പറഞ്ഞതൊക്കെയും ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഗോഡ് നമ്മൾ ചെയ്തതൊക്കെ ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളൊക്കെയും ദൈവം തന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അവൻ ഓർക്കുന്ന ദൈവമാ, അവൻ മറക്കാത്ത ദൈവമാ.
ഹല്ലേലൂയ. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മളെ കുറിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. God has a specific purpose for us. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം ഇങ്ങനെ ഈ വണ്ണമായി തീരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിച്ച് ദൈവം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ കർത്താവിനെ ഈ രാത്രി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം മൊർദെഖായിയെ അനുഗ്രഹിക്കേണ്ടതിന്, അല്ലെങ്കിൽ രാജാവ് മൊർദെഖായിയെ അനുഗ്രഹിച്ചത് എന്തിനു വേണ്ടി? ഹല്ലേലൂയ. മൊർദെഖായി രാജാവിനെ വിടുവിച്ചു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. രാജ്യത്ത് രാജ്യദ്രോഹം സംഭവിക്കുന്നത് അറിഞ്ഞപ്പോൾ മൊർദെഖായി രാജാവിനെ അറിയിച്ചു. ഇത് ദൈവം, ആമേൻ, രാജാവിനെ കൊണ്ട് എവിടെ എഴുതി വെപ്പിച്ചു? ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഹല്ലേലൂയ. ഹാമാൻ, ആമേൻ, മൊർദെഖായി കഴുകുമരം ഒരുക്കി വെച്ചപ്പോഴും, ആമേൻ, ദൈവം ഇത് വെളിപ്പെടുത്തിയില്ല. പക്ഷെ പ്രതികൂലം, ആമേൻ, അതിന്റെ ആഴത്തിൽ വെളിപ്പെട്ടപ്പോൾ ദൈവം ആരെ ഉണർത്തി? രാജാവിനെ ഉണർത്തി. രാജാവിന്റെ ഹൃദയത്തെ ദൈവം തൊട്ടു. രാജാവിന്റെ ഹൃദയത്തെ തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ അവനെ ഓർക്കുന്ന സമയമാ, ഞാൻ അവനെ മറന്നതല്ല. ആമേൻ. ഇന്ന് ഞാൻ എഴുതി വെച്ച പുസ്തകം തുറക്കണം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവം നമുക്ക് വേണ്ടി ചില പുസ്തകങ്ങളെ ദൈവം തുറക്കുകയാണ്. നമുക്ക് വേണ്ടി ചിലതിനെയൊക്കെ ദൈവം ഓർമ്മിപ്പിക്കുക. ചിലവരുടെ ഹൃദയത്തെ ദൈവം ഓർമ്മിപ്പിക്കുക. ചില ജീവിതങ്ങളെ ദൈവം ഓർമ്മിപ്പിക്കുക. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന ദൈവം ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അതിനെ ഓർപ്പിച്ച് ആ പുസ്തകം തുറക്കുകയാ, ഫയലുകളെ തുറക്കുകയാ, ആ അധ്യായത്തെ തുറക്കുകയാ. ദൈവം പറയുകയാണ്, ഞാൻ അതിനെ തുറക്കും, അത് അവർ വായിക്കും, അവരുടെ ഉള്ളറകളിൽ ഞാൻ ആശകൾ കൊടുക്കും, അവരിന്മേലുള്ള വാഗ്ദത്തങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാകിയ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ നന്ദിയോടെ കർത്താവിനെ ഈ രാത്രി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഓർക്കുക മാത്രമല്ല, ദൈവം മറക്കാതിരിക്കുന്ന ദൈവം മാത്രമല്ല, ദൈവം നമ്മളെ കുറിച്ച് ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മറക്കാതെ വണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ ചിലതൊക്കെ കേൾക്കുന്ന പല പ്രവചനങ്ങളുണ്ടായിരിക്കും. ഹല്ലേലൂയ. ചിലവരാണെങ്കിൽ ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്നവരുണ്ട്. ആമേൻ. പക്ഷെ ചിലവരൊക്കെ എന്ത് ചെയ്യുന്നു? തന്റെ ബൈബിളിൽ ഒരു പേജ് കാണും, പറഞ്ഞ പ്രവചനമൊക്കെയും ഡേറ്റ് സഹിതം എഴുതി നോട്ട് ചെയ്ത് വെക്കും. എന്തിനാ? ആമേൻ. ഇടയ്ക്കിടയ്ക്ക് തൊട്ട് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെയും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ മറക്കുന്ന ദൈവം മാത്രമല്ല, മറക്കാത്ത ദൈവമാ. ആമേൻ. ഓർക്കുന്ന ദൈവമാ. ആമേൻ. ക്ഷമിക്കുന്ന ദൈവമാ. അത് മാത്രമല്ല, ഞാൻ അതിനെ എഴുതി വെച്ചിരിക്കുന്ന ദൈവം കൂടിയാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ 136 സങ്കീർത്തനം 21 വാക്യത്തിൽ, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവൻ, ഹല്ലേലൂയ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമ്മളെ ഓർത്ത ദൈവത്തിന്റെ ദയ എത്രയാണ്? അത് എത്ര വലുതാ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. നമ്മൾ പലരെയും ജീവിതയാത്രയിൽ പലരെയും കാണുന്നവരാ, പല ജീവിതങ്ങളെ കാണുന്നവരാ. നമ്മളെ കൊണ്ട് നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്തില്ലെങ്കിലും, ആമേൻ, നമ്മളെ ആരെ സഹായിച്ചില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ഒരു പദമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഗണത്തിലുള്ളവരാന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഒക്കെയും നമ്മൾ ചെയ്യുന്നവരാണ്. നമ്മളെ കൊണ്ട് ഒരു കാര്യം, ഒരാൾക്ക് ഒരു നന്മ ഉണ്ടാകുമെങ്കിൽ അത് ചെയ്യുവാൻ ഇച്ഛിക്കുന്നവരാ നമ്മളെല്ലാവരും. നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മളുടെ ആവശ്യഘട്ടത്തിൽ നമ്മളെ സഹായിപ്പാൻ ആരും വരികയില്ല. എന്തുകൊണ്ടാ? ഹല്ലേലൂയ. ദൈവത്തിനാണ് ആ മഹത്വം വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് ആ മഹത്വം വെളിപ്പെടണം. എന്തിനാണെന്നറിയാമോ? ദൈവം നമ്മളെ ഓർത്തു എന്ന് അറിയേണ്ടതിന്, ദൈവം നമ്മളെ മറന്നില്ലെന്ന് അറിയേണ്ടതിന്, ദൈവം നമ്മളോട് പറഞ്ഞതൊക്കെയും വെളിപ്പെടുത്തുന്ന ദൈവം. അതെ, ദൈവം ഓർത്തു നമ്മളെ അനുഗ്രഹിപ്പാൻ ദൈവം ഇറങ്ങി വരുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ മനസ്സിലാക്കണം. ആമേൻ. നോഹയ്ക്ക് ദൈവം, ആമേൻ, ദർശനം കൊടുത്തതാ. നോഹ ദൈവത്തിന്റെ വാക്ക് കേട്ട് പെട്ടകം പണിതതാ. ആമേൻ. 100 വർഷം സുവിശേഷം അറിയിച്ചതാ. നോഹ എല്ലാം ചെയ്തിട്ടും നോഹയുടെ പ്രസംഗത്തിൽ ആരും മാനസാന്തരപ്പെട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്നാണെങ്കിൽ ആ പാസ്റ്ററിന് പറഞ്ഞതിന്റെ പേരാണ്, ആ ഉപദേശിക്ക് പറയുന്ന പേരാണ്, ഇദ്ദേഹം ഒന്നിനും കൊള്ളത്തില്ല എന്ന് ഉപദേശി പറയും. ഹല്ലേലൂയ. പലരും പറയും ഇദ്ദേഹത്തിന് ഉപദേശി പണി ഇദ്ദേഹത്തെ കൊണ്ട് നടക്കത്തില്ല. പക്ഷെ എന്താണെങ്കിലും ആമേൻ, നോഹ ആമേൻ 100 വർഷം പ്രസംഗിച്ചിട്ട് ഹല്ലേലൂയ ഒരുവൻ പോലും മാനസാന്തരപ്പെട്ടില്ല. ദൈവകൃപയാൽ
കുടുംബമെങ്കിലും രക്ഷപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടകത്തിൽ കയറി. സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവിന്റെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഹല്ലേലൂയ നമ്മളുടെ ഭവനത്തെ ദൈവം ഈ രാത്രിയിൽ പണിയുവാൻ വിളിച്ചിരിക്കുമ്പോൾ, നമ്മുടെ തലമുറകളെ പണിയുവാൻ ദൈവം വിളിച്ചിരിക്കുമ്പോൾ, ദൈവം നമ്മളെയും നമ്മുടെ തലമുറകളെ ഓർത്ത് നമ്മളെ വിടുവിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ ഈ രാത്രി സ്തുതിക്കുന്ന പിതാവേ, സ്തോത്രം ചെയ്യുന്നു. അതെ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ദൈവം നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. സ്തോത്രം. ആഴത്തിൽ നിന്നുള്ളതും മേളിൽ നിന്നുള്ള കിളിവാതിലുകളും മഴയും എല്ലാം ദൈവം അങ്ങ് അടപ്പിച്ചു. ദൈവം ഓർത്തപ്പോൾ ദൈവം ഒരു കാറ്റയച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പടകിനെതിരെ പല പ്രതികൂലങ്ങൾ വരും. ദൈവം പറഞ്ഞതാണ്, ദൈവം മുന്നമേ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇത്രയും ആകുമെന്നൊന്നും നോഹ വിചാരിച്ചില്ല. അതുപോലെ തന്നെ നമ്മളും വിചാരിച്ചാണ്, കർത്താവ് ഇത്രയും പ്രതികൂലമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഞാനൊരു കാറ്റടിപ്പിക്കുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. കാറ്റടിപ്പിക്കുന്ന ദൈവത്തിന് ഈ രാത്രി നന്ദി പറയാൻ പറ്റുമെങ്കിൽ, ആറാർത്ത് പർവ്വതത്തിന്മീതെ നമ്മളെ കൊണ്ടൊന്ന് ഉറപ്പിക്കുവാൻ, ദൈവത്തിന് ഹിതമുള്ളതിലേക്ക് ഉറപ്പിക്കുവാൻ, ദൈവത്തിന് ഇഷ്ടമുള്ളതിലേക്ക് ഉറപ്പിക്കുവാൻ, ദൈവത്തിന് ആ പർവ്വതത്തിൽ ഉറപ്പിച്ചതിന് ശേഷം നോഹ ഇറങ്ങി വന്ന് ചെയ്തത് ആദ്യം എന്താണ്? ദൈവത്തിനൊരു യാഗപീഠം പണിത് ഒരു നല്ലൊരു യാഗം അർപ്പിപ്പാൻ ഇടയായി. അത് മാത്രമല്ല, ദൈവത്തിന്റെ പ്രസാദം അതിന്മേൽ വെളിപ്പെട്ടപ്പോൾ ദൈവം അടയാളമായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം റെയിൻബോ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. ദൈവം പറഞ്ഞു, ഇനിയും ഈ ഭൂമിയെ വെള്ളം കൊണ്ട് ഞാൻ നശിപ്പിക്കുകയില്ല. ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ അടയാളം ദൈവം വെളിപ്പെടുത്തി. ഈ രാത്രിയിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഓർക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം കാറ്റുകളെ അയക്കും, ദൈവം മഴകളെ നിർത്തും, ദൈവം പ്രതികൂലങ്ങളെ അതിന്റെ ആഴങ്ങളെയും ദൈവം അടപ്പിക്കും. പക്ഷെ ദൈവം തന്റെ ജനത്തെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഹല്ലേലൂയ. വിഷയങ്ങളുണ്ട്. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുമായിരിക്കും. ഹല്ലേലൂയ. പ്രതിയോഗിയ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ വെളിപ്പെടുമായിരിക്കും. പക്ഷെ ഇതിന്റെ നടുവിലൊക്കെയും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെ എത്തിക്കേണ്ട തുറമുഖത്തേക്ക്, എത്തിക്കേണ്ട സ്ഥലത്തേക്ക് ദൈവം നമ്മളെ എത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. മനുഷ്യൻ ഇഷ്ടപ്പെട്ടിട്ടല്ലായിരിക്കും, നോഹയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലായിരിക്കും. പക്ഷെ ഇതൊക്കെയും ദൈവം അവന്റെ ഭവനത്തിൽ, അവന്റെ ജീവിതത്തിൽ ചെയ്തതിന് ദൈവത്തിനൊരു പൂർണ്ണ ഉദ്ദേശമുണ്ട്. ഈ രാത്രിയിൽ ആ പൂർണ്ണ ഉദ്ദേശമുള്ള ദൈവകൃപയെ ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ഓർക്കുന്ന ദൈവം. എന്തുകൊണ്ടാ? ദൈവമായി എഴുതി വെച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ കമ്പ്യൂട്ടറിനോട് ഫീഡ് കൊടുക്കുന്നത് പോലെ കമ്പ്യൂട്ടറിനോട് ഒരു കമാൻഡ് കൊടുത്താൽ അത് അങ്ങനെ തന്നെ ചെയ്യും. സ്തോത്രം. ദൈവം സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ എഴുതിയതല്ല, മനുഷ്യന്റെ കരത്താൽ എഴുതിയതല്ല, ദൈവത്തിന്റെ കരത്താൽ സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു ഓർമ്മയുടെ പുസ്തകം ദൈവത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വണ്ണം ആയി തീരുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഇവിടെ എത്തണമെന്ന് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് ദൈവം നമ്മളെ ബന്ധപ്പെടുത്തുന്ന ദൈവമാ. ദൈവം നമ്മളെ അതിലേക്ക് ആക്കി തീർക്കുന്ന ദൈവമാ. ഈ രാത്രിയിൽ ദൈവം നമ്മളെ എത്തിക്കേണ്ട തുറമുഖത്ത്, ഉറപ്പിക്കേണ്ട പാറമേൽ നമ്മളെ, ക്രിസ്തു എന്ന പാറമേൽ നമ്മളെ പണിതെങ്കിൽ അവൻ നമ്മളെ ഉറപ്പിക്കേണ്ടിടത്ത് നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു പിതാവേ. അതുകൊണ്ട് ഇസ്രായേൽ ജനം കഷ്ടതയിൽ കൂടെ ഒക്കെ കടന്നുപോയി. നമ്മൾ നേരത്തെ വായിച്ച പദം ഇങ്ങനെ ആയിരുന്നല്ലോ, ദൈവം അവരെ എന്ത് ചെയ്യുന്നു? ഹി വാസ് ഫുൾ റെസ്പെക്ട്ഫുൾ ഓഫ് ദം. ദൈവം അവരെ ബഹുമാനിച്ചു. ഹല്ലേലൂയ. വാക്കിന്റെ ആഴം ഒന്ന് ചിന്തിച്ചു നോക്ക്. പുറപ്പാട് പുസ്തകം 2:24 നമ്മൾ വായിച്ചല്ലോ. ഹി വാസ് റെസ്പെക്ട്ഫുൾ ഓഫ് us. ദൈവം നമ്മളെ ബഹുമാനിപ്പാൻ തക്കവണ്ണം, നമ്മൾക്ക് യോഗ്യതയില്ല, ദൈവം നമ്മളെ ബഹുമാനിപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. He was respectful of them. ഹല്ലേലൂയ. ആ പുറപ്പാട് പുസ്തകം 3:7 യഹോവയായ ദൈവം മോശയിൽ കൂടെ പറഞ്ഞതാണ്, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. സ്തോത്രം. ദൈവം
എല്ലാം അറിയുന്ന ദൈവം. സ്തോത്രം. ആമേൻ. ആകയാൽ വരുക, നീ എന്റെ ജനത്തെ ഇസ്രായേൽ മക്കളെ, ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. സ്തോത്രം. ദൈവം ഈ രാത്രിയിൽ ദൈവം നമ്മളെ ഓർത്ത്, ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതിയത് ഓർത്ത്, അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോട് ചെയ്ത ഉടമ്പടി ഓർത്ത്, ദൈവം ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കേണ്ടതിന്, അഹ്രോൻ ഗ്രഹത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, ദൈവം ഓർത്ത് വെച്ചതിനെ അനുഗ്രഹിക്കേണ്ടതിന് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതനെ ദൈവം അയക്കുകയാണ്. ദൈവത്തിന്റെ കാറ്റിനെ ദൈവം അയക്കുകയാണ്. ദൈവത്തിന്റെ കരത്തെ ദൈവം അയക്കുകയാണ്. God is going to perform his miracle. Hallelujah. ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടേണ്ടതിന് ദൈവം ഓർക്കുകയും മറക്കാതിരുന്ന് എഴുതി വെച്ചതിനെ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം ഈ രാത്രിയിൽ തന്റെ കരത്തെ ചലിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ഓർത്ത ഒരു വ്യക്തിയുണ്ട്. സ്തോത്രം. നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവം ഓർത്തത് എങ്ങനെയാ? അപ്പോസ്തലപ്രവൃത്തി 10:2 അവിടെ എഴുതിയിരിക്കുന്ന, അദ്ദേഹം ഒരു ജാതീയനാണ്. അതേ ഒരു ഇസ്രായേൽ ജനമല്ല, ഒരു ആമേൻ യഹൂദനല്ല, അവനൊരു ജാതിയാണ്. ഹല്ലേലൂയ. എന്നാലും ആ 2-ാം വാക്യം അപ്പോസ്തലപ്രവൃത്തി 10:2 ഇങ്ങനെയാണ് എഴുതിയത്: അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായ ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. സ്തോത്രം. ആ പദം വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹം കൊർന്നേലിയോസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഇറ്റാലിയൻ ബാക്ക്ഗ്രൗണ്ടുകാരനാണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻകാരനാണ്. അദ്ദേഹം ഒരു ശതാധിപനാണ്. സ്തോത്രം. അപ്പോൾ ആ വ്യക്തിക്ക് യഹൂദ ജനമായിട്ട്, ഇസ്രായേൽ ഗ്രഹമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാ പറഞ്ഞിരിക്കുന്ന പദം ശ്രദ്ധിക്കണം. അവനൊരു ഭക്തനായിരുന്നു. സ്തോത്രം. അവനൊരു ഭക്തനായി. ഹി വാസ് എ ഡിവോട്ട് മാൻ. അത് മാത്രമല്ല, സകല ഗ്രഹത്തോടും കൂടെ അവൻ ദൈവത്തെ ഭയപ്പെട്ടു. 1, അദ്ദേഹം ഒരു ഭക്തനായിരുന്നു. 2, അദ്ദേഹം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജനമായിരുന്നു. അത് മാത്രമല്ല, വളരെ ധർമ്മം കൊടുക്കുന്നവരും, സ്തോത്രം, ദൈവത്തിന് വേണ്ടി അനേകരെ സഹായിക്കുന്നവരും അനേകരെ അനുഗ്രഹിക്കുന്നവരും കൂടിയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നോക്കുന്നത്, നമ്മൾ കർത്താവിന്റെ പദം തന്നെ എടുക്കാം. കർത്താവ് പറഞ്ഞ വാക്ക് തന്നെ ഞാൻ എടുക്കുന്നു. നമ്മൾ വെറും പ്രാർത്ഥന ജൽപ്പനം ചെയ്യുന്നത് പോലെ, അപേക്ഷ കൽപ്പിക്കുന്നത് പോലെ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുക. ഒരേ ഭാഷയിൽ, ഒരേ രീതിയിൽ, ഒരേ കാര്യത്തെക്കുറിച്ച് എന്നും പ്രാർത്ഥിച്ച് മാത്രം കർത്താവ് എന്നെ ഇങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണോ എന്ന് പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കുന്നവരല്ല. അദ്ദേഹം ഒരു നല്ല ഭക്തനായിരുന്നു. അത് മാത്രമോ, അദ്ദേഹം തന്റെ ദൈവത്തെ ഭയപ്പെട്ടു. അത് മാത്രമല്ല, വളരെയധികം ധർമ്മം കൊടുക്കുന്നവനുമാണ്. സ്തോത്രം. ആ വ്യക്തിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ദൂതനെ വെളിപ്പെടുന്ന എന്തിനു വേണ്ടിയാണ്? ദൂതൻ വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്ന പദം ശ്രദ്ധിക്കണം. 4-ാം വാക്യത്തിൽ, അവനെ ഉറ്റുനോക്കി ഭയപരിശനായി തീർന്നു. ഓ, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. ശമനഹന്തനാദന. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും, ഉപവസിച്ചാൽ കാര്യം നടക്കും. ഇല്ല. കർത്താവിന്റെ സന്നിധിയിൽ നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ അനുഗ്രഹം മാത്രം പ്രാപിക്കുകയല്ല, നീ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും, സ്തോത്രം, നിന്റെ ഉത്തരവാദിത്വം, ദൈവം നിന്നെ ഏൽപ്പിച്ചതൊക്കെ നീ വിശ്വസ്തനായി ചെയ്തോ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചതൊക്കെ അപ്പോൾ പറയും, കൊർന്നേലിയോസ് പറയാം, ദൈവമേ അങ്ങനോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ യഹൂദ ഗ്രഹമല്ല, എനിക്ക് ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ആ വ്യക്തിക്ക് പറയാമായിരുന്നു. പക്ഷെ അവനറിയാം, അവൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നടന്നവനാണ്. ഹല്ലേലൂയ. അവനറിയാം, ജീവനുള്ള ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണോ എന്ന് അദ്ദേഹത്തിന് പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ഭക്തി ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ നമ്മളുടെ ഉള്ളറകളിൽ ദൈവം വസിക്കുന്നു എന്ന് അറിയേണ്ടതിന്
ഈ രാത്രിയിൽ കർത്താവ് പറയുന്നു, നീ ഒരു നല്ല മനുഷ്യനാണ്, നീ ഒരു ഭക്തനാണ്. കൊർന്നേലിയോസേ, നീ ഒരു ഭക്തനാണ്. ഈ രാത്രിയിൽ ആരോടാണ് കർത്താവ് ഇത് ഇടപെടുന്നത്? ആ വ്യക്തിക്കോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, നീ ഒരു ഭക്തനാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, നീ ദൈവത്തിന് വേണ്ടി അധികം ധർമ്മം കൊടുക്കുന്നവനാണ്. പക്ഷെ ദൈവസന്നദ്ധയിൽ ഈ രാത്രിയിൽ കൊർന്നേലിയോസേ, നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടണമെങ്കിൽ നീ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. ഹല്ലേലൂയ. അവർ മേൽ എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് വെളിപ്പെടുകയാണ്. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവം, ആമേൻ, 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 പത്രോസ് വിചാരിക്കുകയാണ്, ഓ, ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ പിന്നെ ഈ സ്നാനത്തിന് എന്താ തടസ്സം? ഈ രാത്രിയിൽ കർത്താവ്, ആമേൻ, ഈ ജനത്തെ ഓർക്കുമ്പോൾ ദൈവം അവനെ, അവന്റെ ഗ്രഹത്തെയും ദൈവം എന്ത് ചെയ്യാണ്? പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയാണ്. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഓർത്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ മറക്കുകയല്ല, അവൻ നമ്മളെ കുറിച്ച് ഓർത്ത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, അവൻ നമ്മളെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ കുടുംബത്തെ നിറയ്ക്കും, നമ്മുടെ തലമുറകളെ നിറയ്ക്കും. ഈ രാത്രിയിൽ ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഗ്രഹത്തെയും അവൻ ആത്മാവിൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യഹോവ നമ്മളെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അവൻ ആഹരോൻ ഗ്രഹത്തെയും അനുഗ്രഹിക്കും. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആമേൻ, ആമേൻ, യോഹന്നാന്റെ 14:18 മുതൽ കർത്താവിന്റെ വചനം ഇങ്ങനെയാണല്ലോ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അത് മാത്രമോ, ആമേൻ, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, കർത്താവിനെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഓ, അവസാനം ഇങ്ങനെയാണല്ലോ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഈ രാത്രിയിൽ നമ്മളുടെ ദൈവം, ആമേൻ, ബിക്കോസ് ഐ ലീവ് യു ഷാൽ ലീവ് ഓൾസോ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ ആശ്രയിക്കുന്ന ജനത്തിന് അവൻ ജീവനും സമൃദ്ധിയേറിയ ജീവനും തരുന്ന ദൈവമാണ്. ഹി ഈസ് മൈൻഡ്ഫുൾ ഓഫ് us. ഹല്ലേലൂയ. നമ്മളെ ഓർത്ത് നമ്മളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മൾ ഓർക്കുന്നതിനേക്കാൾ അധികം ദൈവം നമ്മളെ ഓർത്ത ദൈവമാണ്. അവൻ നമ്മൾ വിചാരിച്ചു മറക്കുന്ന ദൈവം നമ്മളെ മറക്കാത്ത ദൈവം കൂടി മാത്രമല്ല. ആമേൻ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മൾ വായിച്ചല്ലോ, അവൻ എഴുതി വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ആമേൻ, നമ്മൾ പലതും ചെയ്യുവാൻ, ആമേൻ, നമ്മൾ ലിസ്റ്റ് എഴുതി വെക്കും. നമ്മൾ സാധനം മേടിക്കുമ്പോൾ ലിസ്റ്റ് എഴുതി വെക്കും. ആമേൻ, കർത്താവ്, ദൈവമേ, ഇതൊന്നും മറക്കരുത്, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ എനിക്ക് പിന്നെയും തിരിച്ചു വിടും നമ്മളെ. ഹല്ലേലൂയ. എന്നാൽ ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ തിരിച്ചു വിടുന്ന ദൈവമല്ല, നമ്മളെ നിറയ്ക്കുന്ന ദൈവമാ. ആമേൻ. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ it has to be full and we have to be full, that has to be empty. Hallelujah. ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ കുറിച്ച് ഓർത്തിരിക്കുന്നതെല്ലാം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ രാത്രിയിൽ കർത്താവ് പറയുന്നു, സ്വർഗത്തിൽ നിന്നെ കുറിച്ച് ഇച്ഛിച്ചതൊക്കെയും ഞാൻ എഴുതി വെച്ചതൊക്കെയും ഓർത്തോർത്ത് നിന്നെ ഒന്നൊന്നായി അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ, ആമേ, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അത് കാണുമ്പോൾ മനസ്സിലാക്കണം, യെസ്, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ റേസ്. അല്ലല്ലേ, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓട്ടം ഞാൻ തികച്ചു എന്ന് അറിയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വലിയവനായെന്നല്ല, ആമേ, സ്വർഗത്തിൽ ദൈവമേ എന്നെ കുറിച്ച് ഇച്ഛിച്ചത്, എന്നെ കുറിച്ച് അങ്ങ് എഴുതി വെച്ചത്, എന്നെ ഓർത്ത് എഴുതി വെച്ചത്, അതെല്ലാം പൂർത്തീകരിച്ചിട്ടേ ഞാൻ അങ്ങ് എത്താവൂ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഞാൻ എന്റെ ഇഷ്ടത്തിനുള്ള ഓട്ടമല്ല, ദൈവം എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതിന് ഒത്തവണ്ണം ഓടുവാൻ. അതെ, ദൈവം നമ്മളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതിനെ ഓർത്ത് ആമേൻ നമ്മൾ ഈ രാത്രിയിൽ ഓർവാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കർത്താവേ, അതിനായി ഈ ജനത്തെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ജനത്തെ അതിനായി അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഈ ജനത്തെ ഈ ദിവസങ്ങളിൽ എഴുതി വെച്ചത്, ദൈവം തന്റെ ജനത്തെ കുറിച്ച് ഇച്ഛിച്ചത് അവരിൽ കൂടെ വെളിപ്പെടുത്തി. അതേ കർത്താവെ, സ്വർഗത്തിൽ അവര് സമ്പന്നരായി തീരട്ടെ. അവര് സ്വർഗത്തിൽ സമ്പന്നരായി, ആമേൻ, ജീവകിരീടം പ്രാപിപ്പാൻ, അതേ, ദൈവം വിളിച്ചിരിക്കുന്ന വിളിയും ഓട്ടവും തെരഞ്ഞെടുപ്പും എല്ലാം പൂർത്തീകരിച്ച്, അതേ കർത്താവെ, അങ്ങയുടെ നിത്യതയുടെ അവകാശത്തിൽ ആ ജീവകിരീടം പ്രാപിച്ച് അതിന്റെ തേജസ്സിന്റെ മഹത്വം അതിനൊത്തവണ്ണം അവരുമേൽ വെളിപ്പെടുത്തി ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കുമാറാകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നല്ല നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല മണ്ഡലത്തിന്മേലും ഈ രാത്രിയിൽ വെളിപ്പെട്ട ദൈവകൃപയുമേലും ദൈവവചനത്തിന്മേലും ഇന്നു മുതൽക്കും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.